എൻ.എ. അബൂബക്കർ ഹാജി. എരുതുംകടവിൽ എൻ.എ. ഗേൾസ് എന്ന അക്ഷര വിപ്ലവത്തിനിക്ക് അസ്ഥിവാരമിട്ട പ്രമുഖ വിദ്യാഭ്യാസ വിചക്ഷണൻ. സ്ത്രീ വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹ്യ ശാക്തീകരണം ആസൂത്രണം ചെയ്ത ധൈഷണികൻ. മത, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിലെ നിറ സാന്നിധ്യം. നിലപാടുകളിൽ വിട്ടുവീഴ്ചയ്ക്ക് വഴങ്ങാത്ത ധീരശബ്ദം. വ്യവസായ, വാണിജ്യ മേഖലകളിൽ സ്വയം സംരംഭകർക്കുള്ള റോൾ മോഡൽ. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിശബ്ദനായ കർമ്മയോഗി. പിതാവ് നായന്മാർ മൂല അബ്ദുള്ള ഹാജിയുടെയും മാതാവ് സൈനബയുടെയും മകനായി 1952 ഏപ്രിൽ 28 എൻ.എ. അബൂബക്കർ ഹാജി എന്ന കാസർകോട്ടുകാരുടെ പ്രിയങ്കരനായ ഔക്കുച്ചിയുടെ ജനനം. നായന്മാർ മൂല തംബീഹുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് പ്രഥമ സ്കൂൾ പഠനം. തന്റെ പൂർവികരിൽ നിന്നും അനന്തരമായി കൈവന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഹാജിയുടെ സേവനങ്ങൾക്ക് തിളക്കം ഏറെയുണ്ട്. പെൺകുട്ടികളുടെ സ്കൂൾ പഠനം ദുഷ്കരമാവുകയും ബൗദ്ധിക കലാലയങ്ങളിലെ സ്ത്രീ സാന്നിധ്യം വിമർശിക്കപ്പെടുകയും ചെയ്തിരുന്ന സാഹചര്യത്തിലാണ് മർഹൂം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെയും ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബിന്റെയും അനുഗ്രഹത്തോടെയും ആശീർവാദത്തോടെയും 1995 എൻ.എ. ഗേൾസ് എന്ന സാക്ഷരതാ മിഷന് ആലമ്പാടിയിൽ അസ്ഥിവാരമിടുന്നത്. പിന്നീട് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയും ആവശ്യമായ വിപുലീകരണത്തോടെയും പ്രസ്തുത ക്യാമ്പസിനെ എരുതുംകടവിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണുണ്ടായത്. തളങ്കരയിൽ വെച്ച് നടന്ന മർഹൂം സി.എച്ച്. സാഹിബിന്റെ പ്രഭാഷണത്തിൽ നിന്നും തന്റെ വിദ്യാർത്ഥി ജീവിതത്തിൽ ആവാഹിച്ച സന്ദേശങ്ങളാണ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് തനിക്ക് ഇന്ധനം നൽകിയതെന്ന് ഹാജി അഭിമാനപൂർവ്വം സ്മരിക്കുന്നു. സ്കൂൾ പഠനകാലത്ത് പലപ്പോഴായി സഹപാഠികൾ തന്റെ വീട്ടിൽ വന്നിരുന്നതും അവർക്ക് ഉമ്മ നൽകിയിരുന്ന സ്നേഹോഷ്മളമായ വിരുന്നും ഉച്ചക്കഞ്ഞിയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഈ കുടുംബം നൽകിയ പ്രചോദനങ്ങൾ വിളിച്ചറിയിക്കുന്നതാണ്. ഇത്തരം ഓർമ്മകളാണ് ചെർക്കളയിൽ പ്രവർത്തിക്കുന്ന ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിന് തന്റെ മാതാവിന്റെ പേരായ സൈനബ് എന്ന് നാമകരണം ചെയ്യാൻ നിമിത്തമായതെന്നും ഹാജി തുറന്നു പറയുന്നു. വ്യവസായ, വാണിജ്യ മേഖലകളിൽ സ്വയം സംരംഭകർക്കും അഭിനവ ഉദ്യോഗാർത്ഥികൾക്കും ഒരുപിടി അനുഭവങ്ങൾ ഹാജിക്ക് പങ്കുവെക്കാനുണ്ട്. 6ാം ക്ലാസ്സിൽ സ്കൂൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മലയാള മനോരമയുടെ റിപ്പോർട്ടറായും ഏജന്റായും ചെയ്ത സേവനങ്ങൾ പക്വതയാർന്ന കഠിനാധ്വാനിയുടെ വിശേഷണങ്ങളിൽ പെടുന്നവയാണ്. ബിസിനസ് ആവശ്യങ്ങൾക്കും മറ്റുമായി അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ വിവിധ പാശ്ചാത്യ പൗരസ്ത്യ രാജ്യങ്ങളിൽ ഹാജി സന്ദർശനം നടത്തിയിട്ടുണ്ട്. സ്വഭാവത്തിലും പെരുമാറ്റത്തിലും തന്നെ ഏറെ ആകർഷിച്ചത് ജാപ്പനീസ് സമൂഹമാണെന്നും അദ്ദേഹം പങ്കുവെക്കുന്നു. പിന്നിട്ട വഴിയിൽ തന്റെ കൂടെ നിന്നവർ, സാരോപദേശം നൽകിയവർ തുടങ്ങിയ പലരും ഇന്നും ഹാജിയുടെ ഓർമ്മയിലുണ്ട്. ന്യൂനപക്ഷങ്ങളുടെ ധീരശബ്ദമായിരുന്ന മർഹൂം ഇ. അഹമ്മദ് സാഹിബും മർഹൂം കെ.എസ്. അബ്ദുള്ള സാഹിബും നൽകിയ ജീവിതപാഠങ്ങൾ തന്റെ വൈയക്തിക സാമൂഹിക തലങ്ങളിൽ കരുത്തുറ്റ കാൽവെപ്പുകൾക്ക് ശക്തി പകർന്നു. നിലവിൽ എൻ.എ. ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലും മറ്റുമായി വിവിധ ക്യാമ്പസുകളിൽ 2000-ഓളം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചു വരുന്നു. ഇതോടൊപ്പം സ്കൂളുകൾ, കോളേജുകൾ, ട്രെയിനിംഗ് സെന്ററുകൾ, അനാഥ അഗതി മന്ദിരങ്ങൾ തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളുടെ പ്രവർത്തന വീതിയിൽ നിസ്തുലമായ സേവനങ്ങളാണ് ഹാജി അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അനുകരിക്കാൻ ഏറ്റവും മുമ്പിലുണ്ടാവുന്നവരാണ് ഈ പുതിയ തലമുറ. അത് അനുകരിക്കുന്ന ആരെയാണ് അനുകരിക്കേണ്ടത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അത് ആദ്യം അനുകരിക്കേണ്ടത് മാതാപിതാക്കളെ തന്നെയാണ്. അതിന് മാതാപിതാക്കൾ റെഡിയാവണം. മാതാപിതാക്കൾ നല്ല സംസ്കാരവും നല്ല സംസാരവും നല്ല പ്രവൃത്തിയും ചെയ്യുമ്പോൾ തീർച്ചയായും ആദ്യം അനുകരിക്കുന്നത് മാതാപിതാക്കളെ തന്നെയായിരിക്കും. അവിടെയാണ് നമ്മൾ തോറ്റുപോയത്. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾ മറ്റു പലരെയും അനുകരിക്കാനും അവരെ കൂടെ ചങ്ങാത്തം കൂടുവാനൊക്കെയുള്ള അവസരം ഉണ്ടാക്കി വരുന്നത്. നല്ല വഴിയിലൂടെ ജീവിക്കുവാനുള്ള ഒരു മനസ്സ് രൂപപ്പെടുത്തിയെടുത്താൽ ഏത് കാലഘട്ടത്തിലാണോ നാം ജീവിക്കുന്നത് ആ കാലഘട്ടത്തിലേക്ക് നമ്മുടെ ജീവിതം ഉപകരിക്കും. നമുക്കും നമ്മുടെ
കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനും ഉപകരിക്കുന്ന ഒരു ജീവിത രീതി നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും കടമയാണ് എന്നാണ് ഈ അവസരത്തിൽ പറയുന്നത്.